ഹലോ ഗൈസ്, അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ആൻറ്റിയുടെ വീട്ടിലാണ്ടുള്ളത് എറണാകുളത്ത്. അപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫുൾ കറക്കാം കേട്ടോ, വീട്ടിലൊന്നും ഇരിക്കലേ ഇല്ല കേട്ടോ. അപ്പം ഞാനും ആൻറ്റിയും സുട്ടു മാത്രമാണ് ഇന്ന് പോകുന്നത്. അപ്പം ഞങ്ങളാണെങ്കിൽ മെട്രോ കയറി സുഭാഷ് പാർക്കിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സുട്ടുവിനും കളിക്കുകയും ചെയ്യാമല്ലോ പാർക്കിലൊക്കെ കയറി. അങ്ങനെ മെട്രോ വന്നു കേട്ടോ. അപ്പോൾ മെട്രോയിലൊക്കെ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു സുട്ടു ഭയങ്കര അലമ്പായിരിക്കുമെന്ന്. പക്ഷേ സുട്ടുവിനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. കാഴ്ചയൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ, സുഭാഷ് പാർക്കിൽ എത്തിയിട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ കുറച്ച് പഴംപൊരിയും സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. ഞങ്ങൾ കുറച്ച് നേരം പുഴയുടെ അവിടെ സൈഡിലൊക്കെ പോയിരുന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര വാശി തുടങ്ങിയിട്ടോ. കാരണം അവന് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ്. അവനക്കാണെങ്കിൽ ചുമയായിട്ട് മാറി വരുന്നേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായില്ല. പിന്നെ അവൻ ഭയങ്കര കരച്ചിലും ബഹളവും കാരണം കൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അവന് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സോടെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. അവസാനം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. വൈറ്റിലയിലെത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ 2 ചായ കുടിച്ചേ. അപ്പോഴേക്ക് സുട്ടു നല്ല ഉറക്കമായിട്ടോ. അപ്പോൾ ഉറങ്ങിയോണ്ട് തന്നെ വേറെ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ മെട്രോയിൽ കയറി വേഗം തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു കേട്ടോ.